ഹായ് ഫ്രണ്ട്സ്, മാദിൻ ഇംഗ്ലീഷ് വില്ലേജിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. 16 വർഷമായിട്ട് മലപ്പുറം കേന്ദ്രമായി മാദിൻ ഇംഗ്ലീഷ് വില്ലേജ് സ്പോക്കൺ ഇംഗ്ലീഷ് അതുപോലെ ഗൾഫ് ട്രെയിനിങ് മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നൂറുകണക്കിന് ക്യാമ്പുകൾ ഇവിടെ കഴിഞ്ഞു. നമ്മുടെ ഇവിടെ ക്യാമ്പ് സിസ്റ്റമാണുള്ളത്. 10-18 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് ഇംഗ്ലീഷുകാരായിട്ട് തിരിച്ചിറങ്ങി പോകുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഇവിടെ ഇതൊരു ക്യാമ്പ് സിസ്റ്റം ആയതുകൊണ്ട്, അതുപോലെ കുറേ കൂടെ ഇവിടെ എത്തി പുറത്തേക്കൊന്നും പോകാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് നമ്മുടെ ക്യാമ്പിൽ ചർച്ച ചെയ്യുന്ന ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട അനേകായിരം വിഷയങ്ങൾ അതൊക്കെ ഈ ക്യാമ്പിൽ വരാൻ കഴിയാത്തവർക്കും ഉപകാരപ്പെടട്ടെ, അല്ലെങ്കിൽ അവർക്കും ലഭിക്കട്ടെ എന്ന നിലയ്ക്കാണ് ഒരു ചാനൽ തുടങ്ങുന്നത്. ഈ ചാനലിൻ്റെ കീഴിലായിട്ട് വിവിധ സെഷനുകളും വിവിധ പ്രോഗ്രാംസുകളുമായിട്ട് ഗൾഫ് ട്രെയിനിങ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ട്രെയിനിങ്സ്, അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, നമ്മുടെ ഡേ ടു ഡേ നമ്മുടെ സംസാരത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന യൂസേജസുകൾ, ഇതൊക്കെ വിവിധ സെഷനുകളായിട്ട് വിവിധ ക്ലിപ്പുകളുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യാം. അത്തരം വിഷയങ്ങൾ ആഗ്രഹിക്കുന്നവർ, ഇംഗ്ലീഷ് നമ്മുടെ സംസാരം കൂടുതൽ പോളിഷ് ചെയ്യാൻ, ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിന് തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. ഉടൻ തന്നെ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കാൻ ഉപകാരപ്പെടും. നമ്മുടെ ഇന്നത്തെ ഡെയിലി ടോക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന, അവർ വ്യാപകമായിട്ട് അവരുടെ സംസാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. നമ്മളാണെങ്കിലും എപ്പോഴും നമുക്ക് സംസാരത്തിൽ നമ്മൾ പറയേണ്ടി വരുന്ന സാധനമാണ്. എപ്പോഴും ഏത് സമയത്തും എന്താ പ്രശ്നം, എന്താണ് വിഷയം. നമ്മളിപ്പോൾ കൊച്ചിയിലോ അല്ലെങ്കിൽ ആലപ്പുഴയിലോ ചെന്നൈയിലോ ബാംഗ്ലൂരിലൊക്കെ പോവാം. നമ്മളൊരു സായിപ്പിനെ കാണാം, ടൂറിസ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും പർപ്പസിന് വന്ന ഒരാളാവട്ടെ. അയാൾ റോഡ് സൈഡിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളും അയാളുടെ വൈഫും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ എങ്ങനെ ചെന്ന് പുള്ളിക്കാരനോട് നമ്മൾ എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക, എന്ത് പറഞ്ഞ് തുടങ്ങും, എന്താ തിരയുന്നു ചോദിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ആലോചിക്കുന്നതാ എങ്ങനെ ഇപ്പം ഞാൻ അയാളോട്ട് മീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു പ്രശ്നവുമില്ല, നമുക്ക് നമ്മുടെ കയ്യിൽ സാധനം റെഡിയാണ്. നമ്മൾ അയാളുടെ അടുത്ത് ചെല്ലുന്നു, ആ സായിപ്പിൻ്റെ അടുത്ത് ചെല്ലുന്നു, നമ്മൾ ചോദിക്കുന്നു വാട്ട്സ് മാറ്റർ. ധൈര്യമായിട്ട് നമ്മൾ ചോദിക്കുന്നു വാട്ട്സ് മാറ്റർ, എന്താ വിഷയം, എന്താണ് പ്രശ്നം. നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ സിസ്റ്റർ കരയുക അല്ലെങ്കിൽ വൈഫ് കരയാണ്. അപ്പം നമ്മൾ ചോദിക്കുക എന്താ പ്രശ്നം, എന്താ വിഷയം. ആ സാധനമാണ് വാട്ട്സ് മാറ്റർ. നമുക്ക് അവരോട് ഓപ്പണായിട്ട് നല്ല ഉഷാറായിട്ട് ചോദിക്കും വാട്ട്സ് മാറ്റർ. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു വണ്ടികളൊന്നായിട്ട് ബ്ലോക്കായി കിടക്കുക. അപ്പോൾ നമ്മളെ മുമ്പിൽ എന്താ പ്രശ്നം എന്നുള്ള ചോദിക്കാനുള്ള സാധനമാണ് വാട്ട്സ് മാറ്റർ. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ റോഡ് സൈഡിൽ പട്ടാളക്കാരെ കാണാം, അല്ലെങ്കിൽ പോലീസിനെ കുറച്ച് കൂടുതലായിട്ട് കാണാം, നമുക്കവിടെ ചോദിക്കാം വാട്ട്സ് മാറ്റർ. ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഇംഗ്ലീഷിൽ വാട്ട്സ് മാറ്റർ എന്നുള്ളത്. ശരിക്കും ബ്രിട്ടീഷുകാർ ചോദിക്കുന്ന പക്ക ഇംഗ്ലീഷ് സാധനമാണ് വാട്ട്സ് മാറ്റർ. അതിലുള്ള മറുപടിയാണ് ഡസ് മാറ്റർ. നമ്മൾ സിസ്റ്ററോട് പറയാം, അതൊന്നും പ്രശ്നമൊക്കെ ഉണ്ടാകുന്നു, ആ ചേട്ടൻ വെറുതെ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചതായിരിക്കും, ഡസ് മാറ്റർ വിട്. അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായിട്ട് വീഴാൻ പോയി, ബാക്കിയുള്ളവർ വന്നിട്ട് നമ്മൾ ചോദിക്കും വാട്ട്സ് മാറ്റർ, എന്ത് പറ്റി, എന്താ പ്രശ്നം. നമ്മൾ പറയാം ഡസ് മാറ്റർ, അത് പ്രശ്നമല്ല, സാരല്ല, അത് വിട്ടു, സാരല്ല, പ്രശ്നം കണ്ട, ഡസ് മാറ്റർ. അപ്പോൾ ഈ സാധനവും വളരെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗമുള്ള സാധനമാണ്. നമ്മുടെ പ്രാക്ടീസ് ചെയ്ത് പറയാം, നമ്മൾ റെഡിയാക്കുക, പ്രൊനൗൺസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് എപ്പോഴും പറയപ്പെടാൻ പറ്റുന്ന രൂപത്തിൽ, പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ രൂപപ്പെടുത്തുക. ഇതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, ഒന്ന് പറഞ്ഞു നോക്കൂ എൻ്റെ കൂടെ. വാട്ട്സ് മാറ്റർ, ഒന്ന് പറഞ്ഞു നോക്കൂ, എൻ്റെ കൂടെ പറയൂ. വാട്ട്സ് മാറ്റർ. ഇനി അതിൻ്റെ മറുപടി ഡസ് മാറ്റർ പറയൂ. ഡസ് മാറ്റർ, വാട്ട്സ് മാറ്റർ, ഡസ് മാറ്റർ. ഇങ്ങനെ നമ്മളൊരു 10-12 തവണ പറയുക. അത് കഴിഞ്ഞിട്ട് സാഹചര്യം തേടി നടക്കുക, ആ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുക. പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് സാഹചര്യം വരുമ്പോൾ നമ്മൾ പറഞ്ഞിരിക്കും. യെസ്, വീണ്ടും കാണാം അടുത്ത ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ.